ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് ഫെൻസിങ് ആണ് അവിടെ, അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി, നേരെ മല ഭാഗത്തേക്കാണ് ഇയാൾ പോയത്. അവിടെ പോയിട്ട് ഇയാൾ 2 ദിവസം, ഏകദേശം 1.5 ദിവസം, 1.5 days ആ മലയിൽ തന്നെ ഇയാൾ നിന്നു. നമ്മുടെ പോലീസ് പാർട്ടിന്റെ മുഴുവൻ സെർച്ച് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഇയാൾ എല്ലാം ഈ സെർച്ചിന്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം. സോ ഹി നോസ് ഹൗ ടു ഹൈഡ്. സോ ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസുകാരുടെ സെർച്ചിന്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു. ഇന്നലെ ഫൈനലി 1.5 ദിവസമായതുകൊണ്ട് ഭക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടില്ല. സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇയാൾ താഴത്താണ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി ഇയാൾക്ക് പിടിച്ചിട്ട് നിങ്ങൾ ഇന്നലെ രാത്രി വൈദ്യ പരിശോധന എല്ലാം നടത്തി. ഇപ്പോൾ മറ്റ് ഫോർമാലിറ്റീസ് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇയാൾക്ക് ഞങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, മേ ബി ഇൻ 1 or 2 days ഞങ്ങൾ ഇയാൾക്ക് വീണ്ടും കസ്റ്റഡിയിലെടുക്കും. ക്രൈം സീൻ ഇപ്പോൾ നമുക്ക് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പരിശോധിക്കേണ്ടതാണ്. ക്രൈം സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ്. സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റ് നടപടികൾ എടുക്കാം ഇപ്പോൾ പോകുന്നത്. കേസിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പോലീസ് പാർട്ടി എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻ ഒരു ചെറിയ കാര്യം വെരിഫൈ ചെയ്തിട്ട് ഈ അന്വേഷണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പല സയൻറ്റിഫിക് ഹെൽപ്പ് കൂടി ഞങ്ങൾ എടുത്തിരുന്നു. ഈ കണ്ടിന്യൂസ് പോലീസ് ഡിപ്ലോയ്മെന്റ് ആയതുകൊണ്ട് ഇയാൾക്ക് നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചു. ഇന്നലെ രാത്രി കൂടി ഇയാളുടെ സേഫ്റ്റി ഞങ്ങൾ നല്ല രീതിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഡിവൈഎസ്പി അലത്തൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടീം, നമ്മുടെ അന്വേഷണ സംഘം ഫംഗ്ഷൻ ചെയ്തത്. ഇതിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ പാലക്കാട് അഡീഷണൽ SP ഹരിദാസൻ, പിന്നെ ASP അണ്ടർ ട്രെയിനി അച്യുത്, അലത്തൂർ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, മറ്റ് ഓഫീസർമാർ, നെന്മാറ പോലീസ് സ്റ്റേഷനിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നെ ഓൾ അതർ ബറ്റാലിയൻ പോലീസ് പേഴ്സൺസ് എല്ലാവരും വളരെ നല്ല പോലെ ഇതിൽ എഫേർട്ട് എടുത്തതാണ്. നെന്മാറ ആ ഏരിയയുടെ നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു നന്ദിയാണ്. കാരണം ഈ സെർച്ച് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി നമുക്ക് എല്ലാ രീതിയിൽ അവൻ സഹായിച്ചു. സോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത്.